വീണ്ടും വരുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പകൽക്കാലം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഒരു നല്ല പകൽക്കാലം കൂടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ദാനമായി നൽകിയല്ലോ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ നമുക്കായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ. ആമേൻ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ആമേൻ. യഹോവയുടെ തലമുറ ആമേൻ അനുഗ്രഹിക്കപ്പെടും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ തിരുനാമത്തിന് മഹത്വം കരയേറ്റുവീൻ. ഹല്ലേലൂയ. നാം എപ്പോഴും ദൈവസന്നിധിയിൽ സ്തുതിക്കുന്നവരായി, ആമേൻ, ദൈവമുഖം അന്വേഷിക്കുന്നവരായി ഇരുന്നാൽ, ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാനിടയായിത്തീരും. ഹല്ലേലൂയ. തിരുവചനത്തിൽ നാം വായിക്കുന്നു, ഹല്ലേലൂയ, യഹോവ എൻ്റെ ഇടയനാകുന്നു. ആമേൻ. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാ. ആമേൻ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദാവീദ് പറയുന്നുണ്ട്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. ഹല്ലേലൂയ. യഹോവ നല്ല ഇടയനായി ആമേൻ ദാവീദിൻ്റെ കൂടെ ഇരുന്നതുകൊണ്ട് ആമേൻ ദാവീദിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വന്ന പ്രതിസന്ധികളിലൊന്നും തകർന്നു പോകാതെ, ഹല്ലേലൂയ, ആമേൻ, ദാവീദ് ആമേൻ രാജാവായി മാറിയ ആമേൻ ഒരു കഥ നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ യഹോവ ഇടയനായിരിക്കുന്നിടത്തോളം കാലം, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ, യഹോവ നിങ്ങളുടെ ഇടയനായിട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുട്ടും വരത്തില്ല. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകിത്തരാൻ ആമേൻ നല്ല ഇടയനായിരിക്കുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആമേൻ. അവിടെ വചനത്തിൽ വായിക്കുന്നു, കൂരിരുളിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ആമേൻ. നമ്മുടെ ജീവിതങ്ങളിൽ കൂരിരുളിൻ്റെ താഴ്വരയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വരാം. ആമേൻ. പ്രതിസന്ധികളൊക്കെ ആമേൻ നമ്മുടെ ജീവിതത്തിൽ വരാം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ആമേൻ, കൊടുങ്കാറ്റും ആമേൻ മഴയും ആമേൻ ഒരു വീടിൻ്റെ മേൽ അടിച്ചപ്പം ആമേൻ പാറമേൽ അടിസ്ഥാനമുള്ള വീട് തകർന്നു പോയില്ല, എന്നാൽ മണലിൻ്റെ മേൽ അടിസ്ഥാനമുള്ള വീട് തകർന്നു പോയതായിട്ട് നാം വായിക്കുന്നു. പ്രതികൂലങ്ങളൊക്കെ വരുമ്പോഴും പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും ആമേൻ കർത്താവാണോ യേശുവാണോ നമ്മുടെ ഇടയൻ, നാം തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നന്മയും കരുണയും എന്നെ പിന്തുടരുമെന്ന വചനം പറയുന്നത്. എങ്ങനെയാണ് പിന്തുടരുന്നത്? നമ്മുടെ ഇടയൻ ആമേൻ യേശു നമ്മുടെ ഇടയനാണെങ്കിൽ, അല്ലെങ്കിൽ യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ പറയാം, ആമേൻ, കർത്താവ് നിങ്ങളുടെ ഇടയനായി നിങ്ങളുടെ ഹല്ലേലൂയ ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിച്ചാൽ നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം നിങ്ങളെ പിന്തുടരും. ആമേൻ. നിങ്ങൾ ഒന്നിനെയും പിന്തുടരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒന്നിൻ്റെയും പുറകെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളെ തേടി വരും നന്മയും കരുണയും. ഹല്ലേലൂയ. ഒന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കർത്താവായി യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനൊരു സ്ഥാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ? ആമേൻ. നിങ്ങളുടെ ഇടയൻ കർത്താവാണെന്ന് നിങ്ങൾ ആമേൻ വിശ്വസിക്കുന്നുവോ? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നന്മ മാത്രം ചെയ്യുന്ന ഒരു കർത്താവാ. അവിടുന്ന് ദോഷമായിട്ട് ഒന്നും ചെയ്യുന്ന കർത്താവല്ല. ഹല്ലേലൂയ. നന്മ മാത്രം ചെയ്യാൻ അറിയുന്ന ഒരു നല്ല കർത്താവ്. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഇന്നും ഹല്ലേലൂയ ജയിച്ചെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരു നല്ല മഹാപുരോഹിതൻ. ഹല്ലേലൂയ. അവൻ ഇടയൻ മാത്രമല്ല, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരു നല്ല മഹാപുരോഹിതനാ. ആമേൻ. ദൈവവചനത്തിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്ര
പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്ന ആ നല്ല ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നമ്മളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നമുക്ക് വേണ്ടി പക്ഷം പറയുന്ന ഒരു നല്ല പുരോഹിതനാണ് നമുക്കുള്ളത്. ആമേൻ. ഹല്ലേലൂയ. ആ നല്ല മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. നാം ഉറങ്ങിയാലും ഹല്ലേലൂയ ഉറങ്ങാതെ, ആമേൻ, നാം മയങ്ങിയാലും മയങ്ങാതെ, ഹല്ലേലൂയ 24 മണിക്കൂറും 365 ദിവസവും നമ്മുടെ കൂടെ, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ഒരു വിഷയത്തിലും ആമേൻ നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കണം. ആമേൻ. നാം ആമേൻ ലോകത്തിൽ ആശ്രയിക്കാതെ ഇരുന്നാൽ, ആമേൻ, ദൈവമുഖത്തേക്ക് മാത്രം നോക്കിയിരുന്നാൽ, പ്രിയ ദൈവമക്കളെ, ഞാൻ 100% ഞാൻ പറയാം, നിങ്ങൾ ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. പ്രതിസന്ധികളിലൊന്നും നിങ്ങളെ ആമേൻ കൈവിടത്തില്ല. ഹല്ലേലൂയ. നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഭാരത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന, ആമേൻ, ആ പ്രതിസന്ധികളിൽ നിങ്ങളെ ഉള്ള കരങ്ങളിൽ താങ്ങി, ആമേൻ, നടത്തുന്ന ഒരു നല്ല പിതാവാണ് നമുക്കുള്ളത്. ആ പിതാവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ പകൽക്കാലവും ആമേൻ നല്ലൊരു പകൽക്കാലമായി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തരേണ്ടതിന് വേണ്ടി ആ നല്ല കർത്താവിനെ, ആ നല്ല പിതാവിനെ നമുക്ക് ഇന്ന് രാവിലെ കാലവും ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അടുത്ത് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് ഈ ഒരു നല്ല പകൽക്കാലം കൂടെ, ഒരു നല്ല പ്രഭാതയാമം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി നൽകിയതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് രാജാതിരാജാവും കർത്താവും വീണ്ടും വരുന്നവനുമായ ഹല്ലേലൂയ നല്ലൊരു കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങയുടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ഹല്ലേലൂയ. ശ്രേഷ്ഠ മഹാപുരോഹിതനായി, ആമേൻ, പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന, ആമേൻ, ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ, അവിടുത്തെ ഉള്ള കരങ്ങളിൽ ഞങ്ങളെ വഹിച്ചിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ ഞങ്ങളെ, ആമേൻ, നടത്തുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ, ആമേൻ, ഹല്ലേലൂയ, ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് പോലെ അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ മേലുള്ളതിനെ ഓർത്ത് സ്തോത്രം. ഒരമ്മ നൽകുന്ന സ്നേഹം, ഒരപ്പൻ്റെ കരുതലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തരുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഞങ്ങളുടെ വാഗ്ദത്ത വചനമാ. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ലെന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് പോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ തകർച്ചയുടെ അവസ്ഥകളിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ ആയിരിക്കുന്ന, ആമേൻ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഉള്ളം കരങ്ങളിൽ താങ്ങി നടത്തുന്ന വലിയ ദയയ്ക്കായി ഇന്ന് രാവിലെ കാലം ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, അങ്ങയുടെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കാൻ ആമേൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൽ ഞങ്ങൾ നിറയപ്പെടട്ടപ്പാ. ഞങ്ങൾ അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങൾ ഓരോരുത്തരും നിലകൊള്ളുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ഈ നാളുകളിൽ കർത്താവിനെ സേവിക്കുവാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ തക്കതവണ്ണം, ആമേൻ, ഈ നാളുകൾ ഞങ്ങളുടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും, ആമേൻ, ഞങ്ങളുടെ ആമേൻ ജീവിത മധ്യേ വരുന്ന എല്ലാ അവസ്ഥകളിലും യഹോവയുടെ മുഖത്തേക്ക് മാത്രം നോക്കി, ആമേൻ, യഹോവയുടെ ആമേൻ ആ സ്തുതികളിൽ, ആമേൻ, അങ്ങേ സ്തുതിക്കുന്നവരായി മാറുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധയാത്മാവേ, 24 മണിക്കൂറും 365 ദിവസവും ഞങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ്, ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ അവൻ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധയാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ അവിടുന്ന് കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രിയ പിതാവേ, ഞങ്ങൾക്ക് സ്വന്തമായി നിൽക്കാൻ കഴിയത്തില്ല. ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഞങ്ങളുടെ ബലം കൊണ്ടോ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഒന്നും ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയത്തില്ലപ്പാ. ഞങ്ങൾ നിൽക്കുന്നത് അങ്ങയുടെ കൃപയില, ഞങ്ങൾ നിൽക്കുന്നത് അങ്ങയുടെ കരുണയില. പിന്നെയും അങ്ങയുടെ കരുണ ഞങ്ങൾക്ക് വേണം കർത്താവേ. രാവിലെ തോറും അവിടുത്തെ ദയ പുതിയ ദയയും പുതിയ കരുണയും ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എന്നെ കേൾക്കുന്ന മക്കളെ ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭാരത്തോടെയോ പ്രയാസത്തോടെയോ രോഗത്തോടെയോ ബുദ്ധിമുട്ടിലൂടെയോ ആമേൻ തലമുറകളെ കുറിച്ചുള്ള ഭാരത്തോടെയോ ഒക്കെ ആയിരിക്കുന്ന ആമേൻ ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. അവരെ ഒക്കെ ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആമേൻ. അവരുടെ കുടുംബങ്ങളിൽ ഹല്ലേലൂയ അവിടുന്ന് ഇറങ്ങിച്ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സ്നേഹം അവരെ തൊടട്ടെ അപ്പ. ദൈവത്തിൻ്റെ കരം അവരെ സ്പർശിക്കട്ടെ കർത്താവേ. അവരുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ വിടുതൽ അനുഭവിപ്പാൻ ഈ നാളുകൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ കഷ്ടപ്പെട്ട് രോഗക്കിടക്കയിലായിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ കരം ഇറങ്ങിച്ചെല്ലണമേ ആമേൻ. ഹല്ലേലൂയ. അങ്ങയുടെ തിരുനാമത്തിൻ്റെ കരത്തിൻ്റെ സ്പർശനം ആമേൻ അവർ അനുഭവിക്കട്ടെ. അവരുടെ സൗഖ്യം അവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടാനിടയാ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചില തീരാ രോഗികൾ ഹല്ലേലൂയ ആമേൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഒരു ദിവസം പോലും ആമേൻ മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ഭാരത്തോടെ ആയിരിക്കുന്ന ചില കുടുംബങ്ങളുടെ മേൽ, രോഗത്തിൻ്റെ കാഠിന്യത്തിലായിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ആമേൻ അങ്ങയുടെ അദൃശ്യകരം അവിടെ നിന്ന് ഇറങ്ങിച്ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അതിൽ നിന്ന് വിടുവിക്കുമാറാകണമേ കർത്താവേ. സാമ്പത്തികമായി ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതെ കടത്തിൽ മുങ്ങിത്താഴുന്ന ചില കുടുംബങ്ങൾ കർത്താവേ, അവരുടെ ഈ ദിവസങ്ങൾ അവരെ വിടുവിക്കണമേ. കടബാധ്യതകളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ കർത്താവേ. പിശാചിൻ്റെ പിടിയിൽ നിന്ന് അവർ വിടുവിക്കപ്പെടാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. തലമുറകളുടെ ഹല്ലേലൂയ ആമേൻ നന്മകൾക്ക് വേണ്ടി ഭാരപ്പെടുന്നവർ, തലമുറയ്ക്ക് വേണ്ടി ഭാരപ്പെടുന്നവർ ആമേൻ, വഴിതെറ്റിപ്പോയ ചില കുഞ്ഞുങ്ങളുടെ ആമേൻ അവസ്ഥകളിൽ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ആമേൻ, അവരുടെ തലമുറകൾ വിടുവിക്കപ്പെടാനിടയാകട്ടെ ആമേൻ. ഭവനം വിട്ടുപോയ ചില കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കുഞ്ഞുങ്ങൾ മടങ്ങി വരാനിടയാകട്ടെ ആമേൻ. ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദൂതന്മാർ അവർക്ക് വേണ്ടി ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളിൽ ദൂതന്മാർ ഇറങ്ങട്ടെ. ഇന്നും ദൂതന്മാർ ഇറങ്ങി പ്രവർത്തിക്കുന്ന വലിയ ദൈവപ്രവൃത്തി ഓരോ കുടുംബങ്ങളിലും വെളിപ്പെടാൻ സ്വർഗമേ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ചില വ്യക്തികൾ ആമേൻ, എനിക്കാരും കൂട്ടില്ല, എനിക്കാരും തുണയില്ല എന്ന് ഭാരത്തോടെ ആയിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ അദൃശ്യകരം ഇറങ്ങിച്ചെല്ലണമേ. ദൈവസ്നേഹത്താൽ അവർ മൂടപ്പെടട്ടെ. ദൈവസ്നേഹത്താൽ അവർ ഉള്ളങ്ങൾ നിറയട്ടെ ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാളും അനാഥരായി വിടത്തില്ല, ഞാൻ നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ നല്ല കർത്താവിൻ്റെ കരം അവരുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം അനുഭവിപ്പാൻ സ്വർഗമിടയാക്കുന്നത് ഓർത്ത് സ്തോത്രം. ദൈവമായ ഹല്ലേലൂയ അങ്ങയുടെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഇന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹമായി മാറട്ടെ. പ്രാർത്ഥന കേട്ട ദയക്കായി നന്ദി പറയുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.